ബാഹുബലി 3 എന്ന് പറയുന്ന ഒരു മൂവിയുടെ പോസ്റ്റേഴ്സാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫോട്ടോ എന്ന് പറയുന്നത് ബാഹുബലി ഇങ്ങനെ ഒരു പടച്ചട്ടയും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇത് എനിക്കറിയാം ഗൈസ്. ഇത് മറ്റേ നമ്മുടെ തെലുങ്ക് സിനിമ ഏക് കഹാനി എന്ന് പറയുന്ന ഒരു ഹിന്ദി സിനിമയുടെ അതിൻ്റെ അകത്തുള്ള മഹാരാജാവ് ഫൈറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഒരു സീനിൽ പ്രഭാസിൻ്റെ തല വെട്ടി ഒട്ടിച്ചതാണ്, ബാഹുബലിയുടെ തല. ഇവിടെ കുറേ യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ കുറേ യുദ്ധങ്ങളും കാര്യങ്ങളും ബാക്ക് കുതിരയും എല്ലാം ഉണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. പിന്നെ കുറേ ബാക്ക് കുറേ സിംഹം പോലത്തെ തൂവലും എല്ലാം ഇവിടെ പടച്ചട്ടയുടെ മുകളിൽ സിംഹത്തിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ഫോട്ടോയിലേക്ക് പോകാം. അടുത്ത ഫോട്ടോയിൽ എന്ന് പറയുന്നത് ബാഹുബലി ഒരു വാളൊക്കെ കുത്തി ഇങ്ങനെ നിലത്ത് വെച്ചിട്ട്, പിന്നെ പടച്ചട്ടകളൊക്കെ മാറിയിട്ടുണ്ട്, പിന്നെ ഒരു ചെമ്മണിയും വെച്ചിട്ടുണ്ട്. ചെമ്മണി മീൻസ് ഉദ്ദേശിച്ചത് ഇതാണ് ഗൈസ്, അവരെ ബാഹുബലി പിടിച്ചിരിക്കുന്നത്. പിന്നെ 2 കുറുക്കന്മാരുണ്ട്. ഒരു കുറുക്കൻ തല താത്തിയിരിക്കുന്നു. ബാഹുബലിയുടെ പടച്ചട്ട കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ബാക്കിൽ വലിയ യുദ്ധം നടക്കുകയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയിൽ ബാഹുബലി ഫോട്ടോ എടുക്കാവുന്നതാണ്. അപ്പം ഇതാണ് അവിടെ ഉള്ളത്. നമുക്ക് അടുത്ത ഫോട്ടോയിലേക്ക് പോകാം. അടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് ഈ സിനിമ എനിക്കറിയാം ഗൈസ്. ഇതിൻ്റെ അകത്ത് ദ വൺ ആൻഡ് ഓൺലി കിങ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയാണ്. അതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയൊരു മഹാരാജാവാണിത്. അതിൻ്റെ അകത്ത് ഈ സിനിമ അറിയാൻ സാധിച്ചത് ബാഹുബലി 3യിൽ ഇദ്ദേഹവും ഉണ്ടെന്നാണ്. ഇതിൻ്റെ അകത്ത് ബാഹുബലി മുടിയൊക്കെ വളർത്തിയിട്ട്, ഇത് ബാഹുബലി 1ൽ ബാഹുബലിയുടെ തല മാത്രം ഈ ശരീരത്തിലേക്ക് വെട്ടിയിടിച്ചതാണ് ഗൈസ്. കണ്ടാൽ മനസ്സിലാവും. ഇവിടെ കുറേ പ്ലെയിൻ ക്രാഷ്, ബിൽഡിങ്ങുകൾ മറിയുന്നത് ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഇതാണ് അടുത്ത പോസ്റ്റർ. നമുക്ക് അടുത്ത പോസ്റ്ററിലേക്ക് പോകാം. അടുത്ത പോസ്റ്ററിൽ ബാഹുബലി ഇങ്ങനെ നമ്മൾ നേരെ നോക്കി നിൽക്കുന്നതാണ്. മുടിയൊക്കെ വളർത്തിയിട്ടുണ്ട്. ബാഹുബലി കുറച്ചൊരു തടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പ്രഭാസ്. ഇവിടെ കുറച്ച് യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വളരെയധികം യുദ്ധങ്ങളാണ് ഇവിടെ. അമ്പയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാഹുബലി 3 ദി ഇൻകോർപ്പറേറ്റ് മീൻസ് ദ റിവർ ഓഫ് ബാഹുബലി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അടുത്ത ഫോട്ടോയിലേക്ക് പോകാം. അടുത്ത ഫോട്ടോയിൽ മുമ്പിൽ തന്നെ നിൽക്കുന്നത് ബാഹുബലിയാണ്. ബാഹുബലിയുടെ വാളൊക്കെ ഉണ്ട്. ഇത് 1 കണ്ടവർക്കറിയാം. ബാഹുബലി ഇങ്ങനെ വാളൊക്കെ നിലത്ത് കുത്തിപ്പിടിച്ചിട്ടൊരു സീനുണ്ട്, അത് വെട്ടിയടിച്ചതാണ്. ബാക്കിൽ നമ്മുടെ കാലകേനുണ്ട്. കാലകേന ഒരു വാളൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഒരു വാളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ദേവസേനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കട്ടപ്പയും ഉണ്ട്. കട്ടപ്പയും ബാഹുബലിയുടെ അച്ഛനും പിന്നെ രാജമാതാ ശിവഗാമി ദേവിയുണ്ട്. അപ്പോൾ അടുത്ത ഫോട്ടോയിലേക്ക് പോകാം. അടുത്ത ഫോട്ടോയിൽ ബാഹുബലി 2 കത്തി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് മറ്റേ കത്തി ഇതാണ് സ്റ്റീല്, ഇത് മറ്റേത് സ്വർണവുമാണ് ഗൈസ്. ഇതിൻ്റെ അകത്ത് ബാഹുബലി പടച്ചട്ടൊക്കെ മാറിയിട്ട് നമ്മൾ നേരെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ്. ബാഹുബലി 3 എഴുതി കാണിച്ചിട്ടുമുണ്ട്. നമുക്ക് അടുത്ത ഫോട്ടോയിലേക്ക് പോകാം. അടുത്ത ഫോട്ടോയിൽ ബാഹുബലി ഇങ്ങനെ കൈയൊക്കെ അങ്ങനെ പൊക്കി വെച്ചിട്ടാണ്, അടുക്കരുത് എന്ന രീതിയിലാണ് ബാഹുബലി നിൽക്കുന്നത്. കൈയൊക്കെ പൊക്കി വെച്ചിട്ട് ബാക്കിൽ നമ്മുടെ മഹമ്മദി കൊട്ടാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാഹുബലി വളരെയധികം പടച്ചട്ടയൊക്കെ മാറിയിട്ടാണ് ഉള്ളത്. നമുക്ക് അടുത്ത ഫോട്ടോയിലേക്ക് പോകാം. അടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് ഇത് എനിക്കറിയാം ഗൈസ്. KGF 1ൽ KGFൻ്റെ കൈ നമ്മുടെ റോക്കി ഭായിൻ്റെ കൈയൊക്കെ കെട്ടി വെച്ചപ്പോൾ അത് നല്ല AI ആയിട്ട് ബാഹുബലിയുടെ തല ഇവിടെ വെട്ടി ഒട്ടിച്ചിരിക്കുകയാണ് ഗൈസ്. മുടി കൊണ്ട് കറക്റ്റ് രൂപത്തിലാണുള്ളത്. ഇവിടെ ബാഹുബലി 3 എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. കൈയൊക്കെ നല്ല ഉറച്ച് ആണിയൊക്കെ തറച്ചിട്ടുണ്ട് ഗൈസ്. ഇതവിടെ ആണിയൊക്കെ തറച്ച് നിൽക്കുന്നുണ്ട് കൈമിൽ. കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ആണിയൊക്കെ നല്ല AI ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഫോട്ടോയിലേക്ക് പോകാം. അടുത്ത ഫോട്ടോയിൽ എന്ന് പറയുന്നത് നമ്മുടെ ബാഹുബലിയും നമ്മുടെ ദേവസേനയും രാജമാതാ ശിവഗാമി ദേവിയും പിന്നെ ബാഹുബലിയുടെ ഏട്ടനും പിന്നെ ബാഹുബലിയുടെ മറ്റേ സഹായിയായ കട്ടപ്പയുമുണ്ട്. ബാക്കിൽ കുറേ കപ്പൽ യുദ്ധങ്ങളാണ് നടക്കുന്നത്. മിക്കവാറും ഇത് വെള്ളത്തിലുള്ള യുദ്ധങ്ങളായിരിക്കാം ഗൈസ്. അപ്പം ഇവിടെ ബാഹുബലി 3 എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഫോട്ടോയിലേക്ക് പോകാം. അടുത്ത ഫോട്ടോയിൽ ബാഹുബലി 1 കണ്ടവർക്കറിയാം. ബാഹുബലി കാലികേന ഇടിക്കാൻ പോകുന്ന സമയത്ത് ചങ്ങലയൊക്കെ കൈന്ന് കെട്ടിയിട്ട് ഒരു ഭസ്മം എടുത്ത് നെഞ്ഞത്തടിച്ചിട്ട് പോകുന്ന ഒരു സീനില്ലേ, ആ സീനാണ് ഇതിവിടെ ഉള്ളത്. പിന്നെ ഇത് ബാഹുബലി 1 തന്നെയാണ്. അതിൻ്റെ അകത്ത് 2 ബാഹുബലി ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു ബാഹുബലി ചേർന്നതും മറ്റേ ബാഹുബലിയും ചേർന്നത് തന്നെയാണ്. പിന്നെ ബാഹുബലി 3 നല്ല അമേസിങ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത ഫോട്ടോയിലേക്ക് പോകാം. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ നമുക്ക്
100 പേര് 100 വ്യൂസ് കിട്ടിയാൽ നമ്മൾ അടുത്തത് ഏത് വീഡിയോ ഇടണം, അടുത്തത് ഏത് സിനിമയുടെ പോസ്റ്റർ ഇടണമെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യൂ. ഓക്കെ ബൈ ഫ്രണ്ട്സ്.